നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഡേറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി തൊട്ടുള്ള വീഡിയോസ് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ക്ലാസ്സുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനി തൊട്ടുള്ള ക്ലാസ്സുകൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ഡിഗ്രി ലെവൽ കോച്ചിങ് ആകാമെന്ന് കരുതുന്നു. അപ്പോൾ കൂടെ തന്നെ നിൽക്കുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഞാൻ തന്നെയാണ് എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത്. ആപ്പിന്റെ ലിങ്കും ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ എടുത്തിരിക്കുന്നത് 2024 നടന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതിന്റെ മാക്സിമം റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന, നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. നാണു ആശാൻ ആരാ? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. അയ്യാസ്വാമി ആരാണ്? അയ്യാസ്വാമി തൈക്കാട് അയ്യ. ശരിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. ശരി. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. ശരിയാണ്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ശരിയാണ്. അപ്പോൾ മുകളിൽ ഉള്ളവയെല്ലാം ശരിയാണ്. ഇവിടെ ആരെ കുറിച്ചൊക്കെയാ തന്നിരിക്കുന്നത്? ചട്ടമ്പി സ്വാമിയെ കുറിച്ച് തന്നിട്ടുണ്ട്. നാണു ആശാൻ അതായത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് തന്നിട്ടുണ്ട്. പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് തന്നിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ചട്ടമ്പി സ്വാമികളെ എടുക്കാം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, ആദിഭാഷ, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത നിരൂപണം എന്നിവയൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപം എന്നത് ആരുടെ കൃതിയാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. മോക്ഷപ്രദീപ ഖണ്ഡനം എന്നത് ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികൾ. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടി ഡേറ്റ് ഫിക്സ് ആയി കഴിഞ്ഞു. അപ്പോൾ May 21 എക്സാം. സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് വേണ്ടിയിട്ട് ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ ബാച്ച് ആണ്. 50 ദിവസത്തെ റിവിഷൻ ടൈം ടേബിൾ അടക്കം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. പിന്നെ ഈ വർഷം നടക്കാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ 10th പ്രിലിംസ് 2025 മുതലായ ബാച്ചുകളിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസാണ്. പിന്നെ എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഫുൾ സിലബസ് കവറേജ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പുതിയ SCRT, പഴയ SCRT, പുതിയ SCRT 5, 7, 9 ക്ലാസ്സുകളിലെ SCRT നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി വരുന്ന പരീക്ഷകൾക്ക് PSCയുടെ ഒരു തുറപ്പ് ചീട്ടാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് നന്നായിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ നമ്മുടെ ആപ്പിൽ എടുക്കുന്നുണ്ട്. അതുപോലെ ഹർഷിതം സ്പെഷ്യൽ ഷുവർ ഷോർട്ട് GK എല്ലാം എല്ലാ കോഴ്സുകളിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും ബാച്ച് പോകുന്നുണ്ട്. അപ്പോൾ ജനറൽ PSCക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജനറൽ PSCയിൽ നമ്മുടെ കോമൺ ആയിട്ട് എല്ലാ പരീക്ഷയ്ക്കും, എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ള ടോപ്പിക് ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCRT, പഴയ SCRT, ഇത്രയാണ് ജനറൽ PSCയിൽ കവർ ആവുന്നത്. പിന്നെ ഈ വർഷം വിളിക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകൾ, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കമ്പനി LGS. ഒരുപാട് വേക്കൻസീസ് ലിസ്റ്റിൽ വന്നാൽ ജോലി ഉറപ്പിക്കാവുന്ന കമ്പനി LGSന് വേണ്ടി ഞാൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, ഈ 3 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എല്ലാത്തിലേക്കും അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ഏത് ബാച്ച് കോഴ്സ് എടുത്താലും ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റ്ലി ചോദിച്ച് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ ക്ലാസ്സുകളും ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എടുത്തു തരുന്നത് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനം ഓഗസ്റ്റ് 25 അപ്പൊ ഈ ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25 കേരളത്തിൽ ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഓഗസ്റ്റ് 25.
സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായവേഷം ധരിക്കാത്ത സന്യാസി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. അപ്പൊ മോക്ഷപ്രദീപ ഖണ്ഡനം പറഞ്ഞു. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം. മോക്ഷപ്രദീപ ഖണ്ഡനം. ചട്ടമ്പി സ്വാമികൾ എന്ന ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്. സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളെ സന്ദർശിച്ച വർഷം ഏത്? 1892. 1892 ചട്ടമ്പി സ്വാമികളെ സ്വാമി വിവേകാനന്ദൻ സന്ദർശിച്ചത്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പരാമർശിച്ചത് ആരെക്കുറിച്ചാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇനി അദ്ദേഹം ഒരു ഗരുഡനാണെങ്കിൽ ഞാനൊരു കൊതുകാണ്, അതാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചട്ടമ്പി സ്വാമികൾ പരാമർശിച്ചത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനെ കുറിച്ചാണെന്ന് ഓർക്കുക. ഇനി ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ ആരെല്ലാം? തൈക്കാട് അയ്യ, കൃഷ്ണപിള്ള, പേട്ടയിൽ രാമൻ പിള്ള ആശാൻ എന്നിവരാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കന്മാർ. ഇദ്ദേഹം ജനിച്ച വർഷം 1853 ഓഗസ്റ്റ് മാസം 25. ഈ ഓഗസ്റ്റ് 25 കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെയാണ്? കൊല്ലൂർ, കണ്ണമ്മൂല, തിരുവനന്തപുരം. ഇദ്ദേഹം സമാധിയായ വർഷം 1924 മെയ് മാസം 5. 1924 മെയ് മാസം 5 ഇദ്ദേഹം സമാധിയായതെന്ന് ഓർക്കുക. അപ്പൊ ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച വ്യക്തിയാണ് തൈക്കാട് അയ്യാസ്വാമികൾ. ഇനി ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു ഒരു കൃതി രചിച്ചു. ഏതാണ് ആ കൃതി? നവമഞ്ജരി എന്ന കൃതി. നവമഞ്ജരി എന്ന കൃതി. ഓക്കെ. ഇനി നവോത്ഥാന നായകരും അവരുടെ ജന്മസ്ഥലവും ഒന്ന് നോക്കിയിരിക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ, കണ്ണമ്മൂല. പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത് എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂർ. എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് KP കറുപ്പന്റെ ജനനം. അയ്യങ്കാളി ജനിച്ചതോ? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരാണ് അയ്യങ്കാളിയുടെ ജനനം. ഡോക്ടർ പൽപ്പു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ പേട്ട. തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിലാണ് ഡോക്ടർ പൽപ്പുവിന്റെ ജനനം. AK ഗോപാലന്റെ ജന്മസ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരിയാണ് AK ഗോപാലന്റെ ജന്മസ്ഥലം. സഹോദരൻ അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ ചെറായി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ അഥവാ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂർ. ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയോ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ജനനം. തൈക്കാട് അയ്യാസ്വാമികൾ തമിഴ്നാട് ജില്ലയിലെ നഗലപുരത്താണ് ജനനം. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കൈനഗരി. ആലപ്പുഴ ജില്ലയിലെ കൈനഗരിയിലാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസിന്റെ ജനനം. കുമാരനാശാൻ ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിലാണ് കുമാരനാശാന്റെ ജനനം. ഓക്കെ. എന്റെ ജീവിത കഥ എന്നത് ആരുടെ ആത്മകഥയാണ്? ജീവിത കഥ AKGയുടെ ആത്മകഥയാണ്. എന്റെ ജീവിത കഥ എന്നത് ആരുടെ ആത്മകഥയാണ്? AKGയുടെ ആത്മകഥയാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് AKG എന്റെ ജീവിത കഥ. ഞാനൊരു പുതിയ ലോകം കണ്ടു ആരുടെ കൃതിയാണ്? AKGയുടെ കൃതിയാണ്. മണ്ണിനു വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. AKGയുടെ കൃതിയാണ് മണ്ണിനു വേണ്ടി. AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് 1885 മെയ് മാസം 24 ചേരാനെല്ലൂർ, എറണാകുളം. ചോദിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മസ്ഥലം ചേരാനെല്ലൂർ, എറണാകുളം. അരയ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ എന്ന കണ്ടത്ത് പറമ്പിൽ പപ്പു കറുപ്പൻ. കേരള ലിങ്കൺ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ കൊച്ചി രാജാവാണ് കവി തിലക പട്ടം നൽകിയത്. വിദ്വാൻ എന്ന പദവി നൽകിയത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. സഭകൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് KP കറുപ്പൻ.
പണ്ഡിറ്റ് കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാണെന്ന് ചോദിച്ചാൽ കല്യാണദായിനി സഭയാണ്. സ്ഥാപിച്ച വർഷം 1912. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ അരയ സമാജം സ്ഥാപിച്ച വർഷം 1907. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് നോക്കാം. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ്, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപകൻ, മുസ്ലിം ഐക്യസംഘ സ്ഥാപകൻ, മുസ്ലിം സമാജം സ്ഥാപിച്ചു. SNDPയുടെ മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. എന്നാണ് ഈ പത്രം ആരംഭിച്ചത്? 1905 ജനുവരി മാസം 19 ആരംഭിച്ചത്. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മൗലാന അബുൽ കലാം ആസാദ്. ഇനി 1918 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസിക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അൽ ഇസ്ലാം ആണ്. രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് ആരാണെന്നും 1918 മൗലവി ആരംഭിച്ച അറബി മലയാളം മാസിക ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടിന്റെയും ഉത്തരം ഏതാണ്? അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓക്കെ, അപ്പൊ ഒരു ചോദ്യത്തിൽ തന്നെ ഒരുപാട് ഫാക്ട്സ്. അപ്പൊ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പോർഷൻസിൽ നിങ്ങൾ റിവിഷൻ അടിക്കുമെന്ന് അറിയാമല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. ഇവിടെ തിണകളിലെ നിവാസികളുടെ ഉപജീവന മാർഗവുമാണ് കൊടുത്തിരിക്കുന്നത്. ചേരുംപടി ചേർക്കുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. മരുതം നിവാസികളുടെ ഉപജീവന മാർഗം തണ്ണീർത്തട കൃഷി. പാലൈ കൊള്ളയടിക്കുന്നു. മുല്ലൈ മൃഗസംരക്ഷണമാണ്. നെയ്തൽ ഉപ്പു നിർമ്മാണമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മരുതം, പാലൈ, മുല്ലൈ, നെയ്തൽ തിണകളാണ്. 5 തിണകളാണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്നത്, പ്രാചീന തമിഴകത്തിൽ നിലനിന്നിരുന്നത്. അപ്പോ ഈ തിണകൾ ഏതെല്ലാം? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്ന തിണകൾ. കുറിഞ്ചി എന്നാൽ പർവ്വത പ്രദേശം, കുറിഞ്ഞി മലയോർത്താ മതി, പർവ്വത പ്രദേശം. മുല്ലൈ എന്നാൽ കുന്ന്, പുൽമേട് എന്നീ പ്രദേശങ്ങളാണ്. പാലൈ എന്നാൽ മണൽ കലർന്ന പാഴ്പ്രദേശമാണ്. മരുതം എന്നാൽ വയലും. നെയ്തൽ, നെയ്മീനെ ഓർത്താ പോരെ, കടൽ തീരം എന്ന് കിട്ടും. അപ്പൊ നെയ്തൽ കടൽ തീരമാണെന്ന് ഓർക്കുക. കുറിഞ്ചിയിലെ ജീവിക്കുന്ന ആൾക്കാരുടെ ഉപജീവന മാർഗം എന്തായിരുന്നു? നായാട്ട്, വനവിഭവ ശേഖരണം. മുല്ലൈ ആണെങ്കിൽ മൃഗസംരക്ഷണം, ആടുമാടുകളെ വളർത്തൽ മുതലായ മൃഗസംരക്ഷണമാണ്. കുന്നും പുൽമേട്ടിലൊക്കെ ആടിനെയും മാടിനെയൊക്കെ വളർത്താൻ പറ്റത്തുള്ളൂ. പാലൈ എന്നാൽ മണൽ കലർന്ന പാഴ്പ്രദേശം അല്ലേ. അപ്പൊ അവിടെ വേറൊന്നും ചെയ്യാനില്ല, പിടിച്ചുപറിയും കൊള്ളയടിയും ഒക്കെ തന്നെയാണ്. ഇനി മരുതമാണെങ്കിലോ വയലാണ്, വയൽ കൃഷിപ്പണിയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് തണ്ണീർത്തട കൃഷി എന്ന് കൊടുത്തിരിക്കുന്നത്. നെയ്തൽ, നെയ്മീൻ ഓർത്താൽ മതി. കടൽ തീരമാകുമ്പോഴത്തേക്കും ഉപ്പ് നിർമ്മാണം, മീൻപിടുത്തം മുതലായവയാണ് നെയ്തലിലെ ഉപജീവന മാർഗം. ഓക്കെ, അപ്പോ ഈ തിണകളെ കുറിച്ച് പരാമർശിക്കുന്ന പാട്ടുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. എന്താണ് ഈ തിണകൾ എന്ന് ചോദിച്ചാൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതും ഭൂമിശാസ്ത്രപരമായി വ്യത്യാസങ്ങൾ ഉള്ളതുമായ ഭൂവിഭാഗങ്ങളാണ് ഏത്? തിണകൾ. ഇനി പ്രധാനപ്പെട്ട കുറച്ച് സംഘകാല കൃതികളും ഇവ എഴുതിയത് ആരാണെന്ന് നോക്കാം. കോവലന്റെയും കണ്ണകിയുടെയും കഥ പറയുന്ന കൃതിയാണ് ചിലപ്പതികാരം മഹാകാവ്യമാണ്. രചിച്ചത് ഇളങ്കോ അടികളാണ് ചിലപ്പതികാരം രചിച്ചത്. അപ്പോൾ മഹാകാവ്യങ്ങളാണ് ഏത്? മണിമേഖലയും ചിലപ്പതികാരവും. മണിമേഖല രചിച്ചതാരാണ്? സാത്തനാർ. തമിഴ് വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്പിയം. തമിഴ് വ്യാകരണ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. തൊൽക്കാപ്പിയമാണ്.
പത്തുപാട്ടിൽ വരുന്നതാണ് മധുരൈ കാഞ്ചി. ഓണത്തിനെ കുറിച്ച് പരാമർശമുള്ള സംഘകാല കൃതിയാണ് മധുരൈ കാഞ്ചി. തിരുമുരുക്കാറ്റുപടൈ, അപ്പോൾ പത്തുപാട്ടിൽ ഉൾപ്പെടുന്നതാണ് തിരുമുരുക്കാറ്റുപടൈ, മധുരൈ കാഞ്ചി എന്നിവ. 8 തൊക്കയിൽ ഉൾപ്പെടുന്നതാണ് അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് എന്നിവ. 8 തൊക്കയിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ? അകനാനൂറ്, പുറനാനൂറ്, പതിറ്റുപത്ത് എന്നിവ. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്? ആരാണിത് വാദിച്ചത്? ഗാന്ധിജിയാണ് ഇപ്രകാരം വാദിച്ചത്. ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നത്. അപ്പൊ ഗാന്ധിജി പറഞ്ഞത്, സ്വരാജ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് സ്ത്രീയും പുരുഷനും നാട്ടുകാരും കുടിയേറ്റക്കാരനും ഉൾപ്പെടെ കായിക അധ്വാനം ചെയ്ത് നാടിനെ സേവിക്കുന്നവരും വോട്ടർമാരുമായി രജിസ്റ്റർ ചെയ്തവരുമായ പ്രായപൂർത്തിയായ ഭൂരിപക്ഷം ജനങ്ങളുടെ സമ്മതപ്രകാരമുള്ള ഇന്ത്യയുടെ ഭരണം എന്നാണ് സ്വരാജ് എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് എന്ന് ഗാന്ധിജി പറഞ്ഞത്. നാം നമ്മെ ഭരിക്കുവാൻ പഠിക്കുമ്പോൾ അതാണ് സ്വരാജ്. ആരാ പറഞ്ഞത്? ഗാന്ധിജിയാണ് ഇപ്രകാരം പറഞ്ഞത്. നാം നമ്മെ ഭരിക്കുവാൻ പഠിക്കുമ്പോൾ അതാണ് സ്വരാജ് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഗാന്ധിജി തന്റെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹിന്ദ് സ്വരാജ് തന്നെയാണ്. ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജിന്റെ മറ്റ് വിശേഷണങ്ങൾ എന്തെല്ലാം? ഗാന്ധിയൻ ദർശനങ്ങളുടെ സത്ത എന്നറിയപ്പെടുന്നത് ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിയൻ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ഹിന്ദ് സ്വരാജ്. അടിസ്ഥാന രൂപരേഖ എന്നറിയപ്പെടുന്നത് ഹിന്ദ് സ്വരാജ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ്? ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് രചിച്ച വർഷം ഏതാ? 1909. 1909 ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എന്ന പത്രം രചിച്ചത്. ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് 1910. 1910 ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ ഒപ്പീനിയനിലാണ് ഹിന്ദ് സ്വരാജ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ഇദ്ദേഹം ഗുജറാത്തി ഭാഷയിലാണ് ഹിന്ദ് സ്വരാജ് ആരംഭിച്ചത്. ഇനി ഇത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച വർഷം ചോദിച്ചാൽ 1910. 1910. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരമാവധി റിലേറ്റഡ് ഫാക്ട്സ് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്തടുത്ത ക്ലാസ്സുകൾ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കോളാം. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.